بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفية لئن أنجانا من هذه لنكونن من الشاكرين قل الله ينجيكم منها ومن كل كرب ثم أنتم تشركون ബഹുമാന്യരായ വിശ്വാസിനികളെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾക്കും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവിൻ്റെ പരമാവധി വിധേയരായി മുത്തഖികളായി മുഅ്മിനുകളായി മുവഹിദുകളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ പ്രത്യേകിച്ച് പ്രാചീന ജനവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് കഴിവുകൾ നേടിയവരാണ്. ആകാശമണ്ഡലങ്ങളിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് കണ്ടെത്താനും ഗോളാന്തര യാത്രകൾ നടത്താനും ഗോളാന്തര യാത്രകൾ നടത്തുന്ന വാഹനങ്ങളെ ഭൂമിയിൽ ഇരുന്ന് വിരൽത്തുമ്പ് കൊണ്ട് നിയന്ത്രിക്കാനും അന്തരീക്ഷത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് തന്മാത്രകളെ അടിസ്ഥാനപ്പെടുത്തി വരെ മുൻകൂട്ടി കാണാനും മനസ്സിലാക്കാനും പ്രവചിക്കാനും ഭൂമിക്കടിയിൽ എന്തെല്ലാമാണുള്ളത് എന്ന് കണ്ടെത്താൻ മനുഷ്യ ശരീരത്തിൻ്റെ അതിസൂക്ഷ്മ ഭാവങ്ങളെ
അതിസൂക്ഷ്മ തലങ്ങളെ വിലയിരുത്തി പ്രതിവിധി കണ്ടെത്തി നടപ്പാക്കുവാനുമൊക്കെ കഴിവ് നേടിയ കാലത്ത് അള്ളാഹു എന്തിന് പ്രപഞ്ചത്തിന് ഒരു നിയന്താവിൻ്റെ സംവിധായകന്റെ ആവശ്യമെന്ത്? ഇതെല്ലാം നമുക്ക് കഴിയും. നമ്മൾ കൊടുക്കുന്ന കമാൻഡുകൾക്കനുസരിച്ച് പ്രതികരിക്കാൻ കഴിയുന്ന യന്ത്രമനുഷ്യരുണ്ട്. നമ്മളെ കാണുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കാനും നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഉള്ളിടത്ത് പോയി എടുത്തുകൊണ്ടുവരാനുമൊക്കെ കഴിയുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട നമുക്കിനി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ദുനിയാവിനൊരു രക്ഷിതാവുണ്ട്, പ്രപഞ്ചത്തിനൊരു സംവിധായകനുണ്ട്, നിയന്താവുണ്ട് എന്ന വാദങ്ങളെല്ലാം നിരർത്ഥകമാണ്. ഒരു ദൈവമില്ല, ഈശ്വരനില്ല. അത് ഏത് പേരിട്ട് വിളിച്ചാലും അത് യഥാർത്ഥമല്ല. നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും നമ്മുടെ കഴിവുകൾക്കും നേടിയെടുക്കാൻ കഴിയാത്തത് യാതൊന്നുമില്ല എന്ന അഹങ്കാരത്തിനു മേൽ ആഞ്ഞടിച്ച 10-11 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൺമുമ്പിൽ നിന്ന് മറഞ്ഞുപോയ ഒരു ചെറുപ്പക്കാരനെയും അയാൾ സഞ്ചരിച്ച വാഹനത്തെയും അതെവിടെയാണ്, എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത 15-20 മീറ്റർ താഴെയുണ്ട്. എന്നിട്ട് പോലും അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എത്തി നോക്കാൻ കഴിയാത്ത, അതേ സമയത്ത് ജാവാ ട്രഞ്ചിൽ ഇറങ്ങിപ്പോയി അവിടെ എന്തെല്ലാമുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുകയും ചെയ്ത മനുഷ്യർക്ക് മുമ്പിൽ അള്ളാഹു നിവർന്ന് പറയുകയാണ്, ഖുൽ മൻ യുനജ്ജികും ഫീ ളുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തളർറുൻ വഖുഫിയ. ആകാശഭൂമികളിലെ രാപ്പകലുകളിലെ കടലിലെയും കരയിലെയും അജ്ഞതകളിൽ നിന്ന്, അന്ധകാരങ്ങളിൽപ്പെട്ട് അപകടാവസ്ഥയിൽപ്പെട്ട നിങ്ങളെ മൻ യുനജ്ജികും, ആരുണ്ട് നിങ്ങൾക്ക് രക്ഷകനായി? സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രമാത്രം ഉയർന്ന തലത്തിലെത്തിയാലും ഖുലിഖൽ ഇൻസാനു ളഈഫ, കേവല ദുർബലരാണ് നാം, കേവല നിസ്സഹായരാണ് നാം, നിസ്സാരരാണ് നാം. നമ്മൾ നേടിയെടുത്ത കഴിവുകൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത, നമ്മൾ എത്തിപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, അഭിമാനം കൊള്ളുന്ന ഔന്നത്യം കൊണ്ട് ഒന്ന് നെടുവീർപ്പിടുവാൻ പോലും കഴിയാത്ത നിസ്സാരരാണ് മനുഷ്യരെ നിങ്ങൾ. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ പ്രഖ്യാപനം, യാ അയ്യുഹന്നാസ്, ഏയ് മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട നിസ്സഹായരായ ഭിക്ഷക്കാരാകുന്നു ജനങ്ങളെ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്വയം പര്യാപ്തനായ സകല കഴിവുകളുടെയും ഉടയവനായ ഒരേ ഒരുവൻ അല്ലാഹു മാത്രമാകുന്നു. എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ചന്ദ്രമണ്ഡലത്തിൽ ഇറങ്ങാൻ പോകുന്ന വാഹനം അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞ മാനവതക്ക് 15 മീറ്റർ താഴെ കിടക്കുന്ന ഒരു ലോറി കണ്ടെത്താൻ, അതിന്റെ ക്യാബിൻ എവിടെയെന്ന് കണ്ടെത്താൻ 11 ദിവസമായിട്ടും സാധിച്ചിട്ടില്ല എന്നത്, പ്രിയപ്പെട്ടവരെ,
നമ്മൾ വിശ്വാസികളെ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കിടയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന എക്സ് മുസ്ലിമീങ്ങളോട്, അവരെ വലിയതായി കാണുന്ന, അവരുടെ ന്യായവാദങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന പാമരരായ നിഷ്കളങ്കരായ മുസ്ലിമീങ്ങളോട് ഉറച്ചു പറയുകയാണ് അല്ലാഹു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളുടെ നേർച്ചക്കാരില്ല നിങ്ങൾക്കിപ്പോൾ, നിങ്ങളുടെ അമ്പിയാക്കളും ഔലിയാക്കളും ഇല്ല നിങ്ങൾക്കിപ്പോൾ സഹായത്തിന്, നിങ്ങളുടെ ശാസ്ത്രത്തിന്റെ കൗതുകവും അഭിമാനവും അഹങ്കാരവും ഇപ്പോൾ നിങ്ങൾക്കില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പണ്ടൊരിക്കൽ നടന്ന ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. മഴയില്ലാതെ വരണ്ടുണങ്ങിയ മദീന മരുഭൂമിയിൽ മഴയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ ഒരുമിച്ച് കൂടുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിന് നേതാവായി നിശ്ചയിക്കപ്പെടുന്നു. ആകാശലോകത്തേക്ക് കൈകൾ ഉയർത്തി അബ്ബാസ് റളിയല്ലാഹു അൻഹു നിലവിളിക്കുന്നു, അല്ലാഹുമ്മ ലം യൻസിലിൽ ബലാഅ മിനസ് സമാഇ ഇല്ലാ ബിദംബിൻ, അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടല്ലാതെ ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയില്ല. വലയക്സിഫു സൂഅ ഇല്ലാ ബിതൗബ, ഉള്ളുരുകിയ നിലവിളിയോടുകൂടിയല്ലാതെ, തൗബ കൊണ്ടല്ലാതെ അതൊട്ട് നീങ്ങിപ്പോവുകയുമില്ല. എന്നിട്ട് അദ്ദേഹം പറയാ, വഹാദിഹി ഐദീന വനവാസുന ഇലൈക്, അല്ലാഹുവേ, രക്ഷയ്ക്കുള്ള കവാടം, രക്ഷയ്ക്കുള്ള ഒരേ ഒരു സ്രോതസ്, ഒരേ ഒരു മാർഗം, ഒരേ ഒരു കേന്ദ്രം നീ മാത്രമാകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും വിറയാർന്ന ഞങ്ങളുടെ കൈകളും ഇതാ റബ്ബേ നിന്നിലേക്ക് ഉയർന്നിരിക്കുന്നു, നീ ഞങ്ങളെ രക്ഷിക്കണമേ. 14 നൂറ്റാണ്ട് മുമ്പ് ഒരു നിവൃത്തിയുമില്ലാതിരുന്ന കാലത്ത് മുസ്ലിങ്ങളുടെ നേതാക്കന്മാർ ഉയർത്തിയ അതേ നിലവിളിയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് മനുഷ്യൻ ഇന്നും എന്നതാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠമെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, ഖുൽ മയ്യുനജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹരി തദഊനഹു തളർറുഅൻ വഖുഫിയ, ആരുണ്ട് നിങ്ങൾ നിലവിളിച്ചാൽ, വിനയത്തോടെ താഴ്മയോടെ നിങ്ങൾ നിലവിളിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അത് കേട്ട് നിങ്ങൾ അകപ്പെട്ട അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ. എന്നിട്ട് അല്ലാഹു തആല മറുപടി പറയാ, ഖുലില്ലാഹു യുനജീകും മിൻഹാ, ആ ആപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതും, വമിൻ കുല്ലി കർബിൻ, എക്കാലത്തും എവിടെയും ഉണ്ടാകുന്ന ഏതാപത്തുകളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ളതും ആ അല്ലാഹു മാത്രമാണെന്ന് മുഅ്മിനീങ്ങളെ നമ്മൾ തിരിച്ചറിയണം. സുമ്മ അൻതും തുശ്രികൂൻ, പിന്നെയും നിങ്ങൾ മറ്റു വാദങ്ങളിലേക്ക് പോവുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന, അല്ലാഹു അനുവദിക്കുന്ന കാഴ്ചപ്പാടല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുൽ അമറ റബ്ബി ബിൽ ഖിസ്തി വഅഖീമു വുജൂഹക്കും ഇൻദ കുല്ലി മസ്ജിദിൻ വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ കമാ ബദഅക്കും തഊദൂൻ. ഏത് നമസ്കാര സമയങ്ങളിലും അല്ലാഹുവിലേക്ക് മാത്രം മുഖം തിരിച്ച് വദഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, നിഷ്കളങ്കതയോടുകൂടി അല്ലാഹുവെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരുവീൻ നിങ്ങൾ. കമാ ബദഅക്കും തഊദൂൻ, ഭൂമിയിൽ നിങ്ങൾ തുടക്കം കുറിച്ച നിസ്സാരാവസ്ഥയിൽ തന്നെ നിങ്ങളെ മടക്കി കൊണ്ടുപോകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു എന്ന് നിങ്ങൾ തിരിച്ചറിയുവീൻ എന്ന്. പ്രിയപ്പെട്ടവരെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഖുദ്സിയായ ഒരു വചനം ഈ സന്ദർഭത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന സംഗതിയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അല്ലാത്ത അള്ളാഹുവിന്റെ വചനങ്ങൾക്കാണ് ഖുദ്സിയായ ഹദീസുകൾ എന്ന് പറയുക. അത്രയും ആദരവോടെ ബഹുമാനത്തോടെ കാണേണ്ടവയാണ് അത്തരം ഹദീസുകൾ. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ റവാ അനില്ലാഹി തബാറക വ തആല, അല്ലാഹു നബിയോട് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അന്നഹു ഖാൽ യാ ഇബാദി ഇന്നി ഹറംതു ളുൽമ അലാ നഫ്സി, എന്റെ ജനങ്ങളെ ഞാൻ അക്രമം എനിക്കു തന്നെ വിരോധിച്ചിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, ആകയാൽ അവ നിങ്ങൾക്കും പരസ്പരം നിരോധിതമാണ്. ഫലാ തലാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അക്രമിക്കരുത്. എന്നിട്ട് അല്ലാഹു പറയും, യാ ഇബാദി കുല്ലുക്കും ളാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, എന്റെ ജനങ്ങളെ, എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പിഴച്ചവരാകും, ഞാൻ സന്മാർഗം കാണിക്കാത്തവരൊഴികെ. അതുകൊണ്ട് ഫസ്തഹ്ദൂനി, ഹിദായത്ത്, സന്മാർഗ സിദ്ധിക്ക്, ലഭ്യതക്ക് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ. അഹ്ദിക്കും, ഞാനാണത് നിങ്ങൾക്ക് നൽകുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവിൻ. യാ ഇബാദി കുല്ലുക്കും ജാഇഉൻ, എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും പട്ടിണിക്കാരാണ്, വിശക്കുന്നവരാണ്, ദരിദ്രരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ആർക്കെങ്കിലും ഭക്ഷണം നൽകിയാൽ അവരൊഴികെ. അതുകൊണ്ട് ഫസ്തതഇമൂനി, വരുമാന മാർഗങ്ങൾ ലഭിക്കുവാൻ വേണ്ടി, ഭക്ഷണാവശ്യങ്ങൾക്കു വേണ്ടി, ജീവിതാവശ്യങ്ങൾക്കു വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുവിൻ. ഉതഇമുക്കും, ഞാൻ നിങ്ങൾക്കത് നൽകാം. യാ ഇബാദി കുല്ലുക്കും ആരിൻ ഇല്ലാ മൻ കസൗതുഹു, ജനങ്ങളെ, നിങ്ങളെല്ലാവരും വസ്ത്രമില്ലാതെ നഗ്നരായി ജീവിക്കേണ്ടവരാണ്. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം നൽകുന്നവർ ഒഴികെ. ഫസ്തക്സൂനി, അതുകൊണ്ട് വസ്ത്രം ആവശ്യമുള്ളവർ, അത് ശരീരത്ത് ഒട്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്നോടതിനു വേണ്ടി സഹായം അഭ്യർത്ഥിക്കുവീൻ. അക്സുക്കും, ഞാനത് നിങ്ങൾക്ക് നൽകാം. യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, ജനങ്ങളെ, നിങ്ങൾ രാവു പകൽ വ്യത്യാസമില്ലാതെ വീഴ്ചകൾ സംഭവിക്കുന്ന, പാപങ്ങൾ സംഭവിക്കുന്നവരാണ്. അതുകൊണ്ട് വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാനാവട്ടെ, മുഅ്മിനീങ്ങൾ ഇവിടെ നിന്നങ്ങട്ട് നന്നായി മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ജനങ്ങളെ, നിങ്ങൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഞാനാവട്ടെ ഞാനാവട്ടെ സകല പാപങ്ങളും സകല വീഴ്ചകളും മാപ്പ് നൽകാൻ തയ്യാറുള്ളവനുമാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുവിൻ. അഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകാം. തുടർന്ന് യാ ഇബാദി ഇന്നക്കും ലൻ തബ്ലുഗു ളർരി ഫതളുറൂനി, എന്റെ അടിമകളെ, നിങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചാലും എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഫലൻ തബ്ഉ നഫഇ ഫതൻഫഊനി, നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഉപകാരമൊട്ട് ചെയ്യാനുമില്ല. എന്നെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, എനിക്ക് ഉപകാരം ചെയ്യാനും നിങ്ങൾക്ക് കഴിയില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ തുഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, ഏയ് ജനങ്ങളെ, നിങ്ങളിൽ ആദ്യക്കാരും അവസാനക്കാരും, നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ചുകൂടി അവരിൽ ഏറ്റവും തഖ്വയുള്ള മനുഷ്യന്റെ നിലപാടുള്ളവരായി എല്ലാവരും മാറിയാലും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ, എന്റെ ആധിപത്യത്തിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടിവെക്കാൻ, വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് സാധ്യമല്ല. അതേപോലെ യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനു അലാ അഫ്ജരി ഖൽബി റജുലിൻ മിൻകും, നിങ്ങളിൽ എല്ലാവരും ഏറ്റവും വലിയ തെമ്മാടിയുടെ മനസ്സുള്ളവരായി എന്നെ ഒന്ന് ഉപദ്രവിക്കാൻ തീരുമാനിച്ചാൽ എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു പുൽക്കൊടി പോലും ഇല്ലാതാക്കാൻ നിങ്ങളുടെ തമാടിത്തരത്തിന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയാലും സാധിക്കുകയില്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈരിൻ വാഹിദിൻ ഫസഅലൂനി, ഏയ് ജനങ്ങളെ,
നിങ്ങൾ മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി ഒരിടത്തൊരുമിച്ചുകൂടി ഒരേ സമയത്ത് വിവിധ ഭാഷകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നോട് സഹായം അഭ്യർത്ഥിച്ചാലും ഓരോരുത്തർക്കും അവരുടെ ഭാഷ മനസ്സിലാക്കി ആവശ്യം മനസ്സിലാക്കി അതാത് സമയങ്ങളിൽ അത് നൽകുവാൻ കഴിവുള്ളവനാണ് ഞാൻ. അങ്ങനെ നൽകിയാലും എന്റെ കഴിവിലുള്ള കാര്യങ്ങളിൽ നിന്ന് യാതൊന്നും കുറയുകയില്ല അതുമൂലം. എങ്ങനെയല്ലാതെ കടലിൽ സൂചി കുത്തിയാൽ ഉണ്ടാകുന്ന കുറവല്ലാതെ, മഹാസമുദ്രത്തിൽ ഒരു സൂചി കുത്തിയാൽ ഉണ്ടാകുന്ന കുറവല്ലാതെ ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് ആവശ്യപ്പെട്ടാലും അതെല്ലാം നൽകിയാലും എന്റെ കയ്യിലുള്ളത് യാതൊന്നും കുറയുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലക്കും, ഇതാ നിങ്ങളുടെ കർമ്മകാണ്ഡം, നിങ്ങളുടെ കർമ്മരേഖ, ഒഹ്സിഹാലക്കും, അതാത് സമയങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തി വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. അത് നിങ്ങൾ മറന്നുപോയത് എന്റെ കുറ്റമല്ല എന്ന് സുബ്ഹാനല്ലാഹ്. എന്റെ ജനങ്ങളെ, നിങ്ങളുടെ ജീവിതം അതാത് സമയങ്ങളിൽ രേഖപ്പെടുത്തി വെക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു. ആ രേഖ ഇതാ. ആ ഗ്രന്ഥത്തിനനുസരിച്ച് നാം നിങ്ങളുടെ കണക്കുകൾ പൂർത്തീകരിച്ച് നൽകാൻ പോവുകയാണ്. ഫമം വജദ ഖൈറൻ, ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും നന്മ അനുഭവപ്പെട്ടാൽ ഫല്യഹ്മദില്ല, അവൻ അല്ലാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. എന്നിട്ട് പറയണതറിയങ്ങള്, വമം വജദ ഗൈറ ദാലിക്, അല്ല, ആ രേഖാഗ്രന്ഥത്തിൽ നന്മയല്ല നിങ്ങൾക്ക് അനുഭവപ്പെടാനിരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ സ്വന്തത്തെ ആക്ഷേപിക്കട്ടെ, സ്വന്തത്തെ പിരാകിക്കൊള്ളട്ടെ, ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്ന്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് സംഭവം. നമ്മൾ എത്ര വലുതായാലും, നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ടായാലും, നമ്മൾ എവിടെ എത്തി എന്ന് നമ്മൾ അഹങ്കരിച്ചാലും, ചില വളവുകളിൽ വെച്ച്, ചില നാൽക്കവലകളിൽ വെച്ച് വഴിയറിയാതെ ഉഴലുന്ന യാത്രക്കാരനെ പോലെ നമ്മുടെ നിസ്സഹായത, നമ്മുടെ നിസ്സാരത നമ്മുടെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കൊതുക് ഒരു വവ്വാലിന്റെ രൂപത്തിലോ ഒരു പട്ടിയുടെ രൂപത്തിലോ ഒരു പന്നിയുടെ രൂപത്തിലോ ഏതിലെയോ പോയി എന്നതുകൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് 2 പഞ്ചായത്തുകൾ അടച്ചിടപ്പെട്ടതിന് ഇപ്പോഴും നമ്മൾ സാക്ഷിയാണ്. നമ്മളുടെ ഭയപ്പാട്, നമ്മളൊന്നുമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കിയെടുക്കാൻ ഇതൊക്കെയും മതിയായതല്ലേ പ്രിയപ്പെട്ടവരെ? വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, നമുക്കുണ്ടാവേണ്ടുന്ന സന്ദേശം അതാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, മനുഷ്യൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവനാണെങ്കിൽ നേടിയെടുത്ത ഓരോ അനുഗ്രഹങ്ങളും ഓരോ നേട്ടങ്ങളും അവനെ കൂടുതൽ വിനയപ്പെടുത്തുകയാണ് ചെയ്യുക. അവന്റെ ജീവിതം അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കാൻ അവന് കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള പരീക്ഷണങ്ങളിലൂടെ അവൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് അതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലുമേൽ കൂനിക്കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഒരു നല്ല ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾ ആഗ്രഹം പ്രകടിപ്പിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പിന്നെ എന്തിരുത്താണ് നബി, ഇങ്ങനെ ഒരു ഒന്നും നിവൃത്തിയില്ലാത്ത ഒരു നിസ്സഹായ അവസ്ഥ ഇരുത്താണല്ലോ നിങ്ങൾ ഇരിക്കണത്, ഞാനൊരു നല്ല ഇരിപ്പിടം ഉണ്ടാക്കി തന്നെ ഭക്ഷണം കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താ അറിയോ? എന്താണ്? മാ അന ബി അബ്ദിൻ ജബ്ബാരിൻ ഇന്നമാ അന അബ്ദുൻ മുതവാലിഉൻ. മാ അന ബി അബ്ദിൻ ജബ്ബാരിൻ, അതിന് ഞാനൊരു അഹങ്കാരി അല്ലല്ലോ സഹോദര, ഞാനൊരു അഹങ്കാരി അല്ലല്ലോ സഹോദര, ഞാനൊരു പാപം ഒരു വിനയമുള്ള സാധാരണക്കാരനല്ലേ. ആ സാധാരണത്വത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ അള്ളാഹു നമുക്ക് ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നു എന്നതുമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുമല്ലാതെ നിത്യവും അതിന്റെ വാർത്തകൾ കേട്ട് അത് കൈമാറ്റം ചെയ്ത് ലോറി 3 കഷ്ണമായി
നഷ്ടമായിട്ടുണ്ട്, ക്യാബിൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിങ്ങനെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്ക് ദുനിയാവിൽ നേട്ടമില്ല, പരലോകവും നേട്ടമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ചുറ്റുപാടുകൾ വിശകലനം ചെയ്യുവീൻ, സാഹചര്യങ്ങൾ പഠിക്കുവീൻ, അവിടെ നിന്ന് അള്ളാഹുവിലെ കണ്ടെത്താൻ, അള്ളാഹുവിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ആ മാർഗങ്ങളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുവീൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൈകൾ ഉയർത്തുക. അള്ളാഹുവിലേക്ക് ദുനിയാവ് നന്നായി തീരാൻ, ആഖിറത്ത് നന്നായി തീരാൻ, കുടുംബം നന്നായി തീരാൻ, ചെറുതും വലുതുമായ സകലമാന ദുരന്തങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുവാൻ നമ്മുടെ കഴിവുകൾ ഉപകാരപ്രദമല്ല, നമ്മുടെ നേട്ടങ്ങൾ ഉപകാരപ്രദമല്ല. അള്ളാഹുവിന്റെ കൃപയും കാരുണ്യവും അള്ളാഹുവിന്റെ തൗഫീഖും ഇല്ലെങ്കിൽ എന്ന ആ മഹത്തായ സന്ദേശത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർ ലി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്സന ഉലൈക റഫീഖാ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾക്ക് കഴിവിൻ്റെ പരമാവധി വിധേയരായി മാതൃകായോഗ്യരായ മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ കുടുംബങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഓർമ്മിപ്പിക്കുമാറാവട്ടെ, ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മതവിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന കാലമാണിത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മതമേഖലയിൽ നിന്ന്, ആരാധനാനുഷ്ഠാനാദി കർമ്മങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറ ഒരു നല്ല ശതമാനം മറ്റു മേഖലകളിലേക്ക് വഴിമാറിപ്പോകുന്ന കാലവുമാണിത്. നമുക്ക് നമ്മുടെ മക്കളെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ശരിയായ ദീനിൻ്റെ കാഴ്ചപ്പാടിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ മദ്രസകൾ എന്ന് നമുക്കറിയാം. മറ്റിടത്തെല്ലാം ആളുകൾ കൂടുമ്പോൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾ വർദ്ധിച്ചു വരുമ്പോൾ ഒരിക്കലും ചർച്ചയ്ക്ക് വരാത്ത ഒരു മേഖല, മലബാറിൽ +1 സീറ്റ് 10,000 കുറവാണ്, 15,000 കുറവാണ് എന്നൊക്കെ നിലവിളിക്കുന്ന മലബാറിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവർ, മലബാറിലെ മുസ്ലിങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ മലബാറിലെ മുസ്ലിമീങ്ങൾ തന്നെ പണം മുടക്കി തയ്യാർ ചെയ്ത അവരുടെ മദ്രസകളിൽ മക്കൾ വരാതെ ബെഞ്ചും ഡെസ്കും സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നത് മനഃപൂർവ്വം മറന്നു പോവുകയാണോ എന്നത് ആലോചിക്കേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങളുടെ പിൻബലത്തോടെയല്ല അവ നടക്കുന്നത്. നമ്മൾ പണം മുടക്കി നമ്മളുടെ ഭാവി തലമുറയെ കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ സ്ഥാപനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട നമ്മുടെ മുൻഗാമികളുടെ സമ്പത്ത്, അതിലേക്ക് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്ന മാസം മുടക്കുന്ന പണം, ഇതെല്ലാം വൃഥാവിലായി കിടക്കുകയാണ് എന്നത് നമ്മളോട് പറയാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. മതവിദ്യാഭ്യാസത്തിൻ്റെ കുറവും മതവിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ കുറവുമാണ് ഒന്നാമത് നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന അപജയങ്ങളുടെ കാരണം. രണ്ടാമത്തെ കാരണം, ആ മക്കൾക്ക്, വരുന്ന മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ നിയോഗിക്കപ്പെടുന്നവർക്ക് സമൂഹത്തിൽ ജീവിക്കാൻ വളരെയധികം പ്രയാസമുണ്ട് എന്നതാണ്. ഒരു സ്കൂളിലെ അധ്യാപകന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ കണക്ക് നമുക്കറിയാം.
ഒരു കൂലിപ്പണിക്കാരന് കൊടുക്കുന്ന പൈസയുടെ കണക്ക് വരുമ്പോൾ ദിവസക്കൂലി നമുക്കറിയാം. ഒരു മദ്രസാധ്യാപകന് കൊടുക്കുന്ന മാസ ശമ്പളം എത്രയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സമുദായത്തിൻ്റെ നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ എന്നെനിക്കറിയാം. നമ്മുടെ മദ്രസയിൽ നമ്മുടെ മക്കളെ, നമ്മുടെ പേരക്കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്, അതാണാവട്ടെ പെണ്ണാവട്ടെ, കൊടുക്കുന്ന ശമ്പളം എന്താണ്? അയാൾക്ക് അതല്ലാതെ മറ്റു വരുമാനം എന്താണ്? അങ്ങനെ ഒരു നമ്മൾ കൊടുക്കുന്ന വരുമാനം കൊണ്ട് അയാളുടെ നിത്യജീവിതത്തിന് എന്ത് പിൻബലമാണ് ഉണ്ടാവുക എന്നതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. സ്കൂളിലേക്ക് ഫീസ് ഈ മാസം മുതൽ 500 രൂപ കൂട്ടി എന്ന് പറഞ്ഞാൽ തലയാട്ടി പോരുന്ന നമ്മൾ, ബസ് ഫീസ് കൂട്ടി എന്ന് പറഞ്ഞാൽ തലയാട്ടി പോരുന്ന നമ്മൾ, ഓരോ വർഷവും യൂണിഫോം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അത് കഴിഞ്ഞ കൊല്ലത്തത് പറ്റൂല എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയുന്ന നമ്മൾ, മദ്രസയിൽ ഒരു 50 രൂപ വരിസംഖ്യ കൂട്ടും എന്ന് പറയുമ്പോൾ ബദറും ഉഹദും ഒക്കെ കൂടെ ആ മീറ്റിങ്ങിൽ ഉണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുന്നു എന്നത് സത്യമാണ്. സ്വാഭാവികമായും ഈ മേഖലയിൽ കഴിവുറ്റ അധ്യാപകരെ കിട്ടാനില്ല എന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സമിതിയുടെ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ എന്നതുകൊണ്ട് വ്യക്തിപരമായി പറയാൻ എനിക്ക് കഴിയും. കഴിവുറ്റ മദ്രസ അധ്യാപകരെ നമുക്ക് കിട്ടാത്തതിൻ്റെ കാരണം കഴിവുറ്റ അധ്യാപകരില്ലാത്തത് കൊണ്ടല്ല, അവരുടെ നിത്യജീവിത ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും നൽകുന്നതിൽ നമ്മൾ വിമുഖരോ അല്ലെങ്കിൽ അലസരോ ആണ് എന്നതാണ് കാരണം. സ്വാഭാവികമായും കേരള നദുവത്തുൽ മുജാഹിദീന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു തീരുമാനം, കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം, എല്ലാ വർഷവും നമ്മുടെ പള്ളികളിൽ നിന്ന് ഒരു കളക്ഷൻ എടുക്കുക. ആ കളക്ഷൻ നമ്മളുടെ അധ്യാപക സഹോദരങ്ങളിലെ പാവപ്പെട്ടവന്റെ മക്കളുടെ ചികിത്സക്ക്, വീടില്ലാത്തവർക്ക് വീടിന്, അങ്ങനെ അവരുടെ നിത്യനിദാന ആവശ്യങ്ങൾക്ക് പിൻബലമായിട്ട് അവർക്ക് നൽകാനുള്ള ക്ഷേമനിധി, വെൽഫെയർ ഫണ്ട് എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു പേര്. പക്ഷെ സംഗതി ഇതാണ്, നമ്മുടെ മദ്രസയിൽ ഒരു ഉദാഹരണം, മദ്രസയിൽ ഒരു അധ്യാപകന് വീടില്ല അല്ലെങ്കിൽ ആശുപത്രിയിൽ കൊടുക്കാൻ കാശില്ല എന്ന ഗതികേട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നതിനൊരു മാന്യതയ്ക്ക് ഒരു കുറവുണ്ടല്ലോ. അതിന് പകരം കേരള നദുവത്തുൽ മുജാഹിദീന്റെ വിദ്യാഭ്യാസ ബോർഡിലേക്ക് ഒരെഴുത്തു കൊടുത്താൽ ആശുപത്രി ചെലവിലേക്ക് ആവശ്യമായ പരമാവധി സംഖ്യ അവിടെ നിന്ന് പാസ്സാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ട്. അതിൻ്റെ പോരായ്മ എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം, ഫണ്ടില്ലായ്മ എത്രയാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം അതിന് കണ്ടതാണ് ഏകദേശം 5 കോടിയോളം വരുന്ന ഒരു ഫണ്ട് അതിന് കണ്ടെത്തുക എന്നും ആയിരക്കണക്കായ നമ്മുടെ അധ്യാപകർക്ക് അതിൻ്റെ ഗുണഫലം സിദ്ധിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം വിപുലമാക്കുക എന്നുമുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച്, മുജാഹിദ് പള്ളികളെല്ലാം കേന്ദ്രീകരിച്ച് അടുത്ത ആഴ്ച ഒരു കളക്ഷൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നമ്മുടെ പള്ളിയിലും അതിൻ്റെ കളക്ഷൻ ഉണ്ടാകും. അതിൻ്റെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പോസ്റ്റർ വായിച്ചൊന്ന് ചിരിച്ച് പോകാതെ അടുത്ത വെള്ളിയാഴ്ച മനസ്സറിഞ്ഞ് അതിലേക്കൊരു നല്ല സംഭാവന നമ്മുടെ മക്കൾക്ക്, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അവരുടെ ദുനിയാവിലെ കഷ്ടപ്പാടുകൾ ഒന്ന് തീർക്കാനുള്ള ഒരു കൈത്താങ്ങി എന്ന രൂപത്തിൽ സഹായിക്കണം, കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ മദ്രസയിലുണ്ട് എന്നും പഠിക്കുന്നുണ്ട് എന്നും പഠിക്കുന്ന കാര്യങ്ങൾ പരിശീലിക്കുന്നുണ്ട് എന്നും അതവർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നതിലും അങ്ങേ അറ്റത്തെ ജാഗ്രതയും നമ്മൾ പാലിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുമുള്ള വഴികേടുകളിൽ നിന്നും പുത്തൻ വാദങ്ങളിൽ നിന്നും ഇസ്ലാമിൻ്റെ ശാദ്വലതയിലേക്ക്, തൗഹീദിന്റെ മഹിമയിലേക്ക്, ഗരിമയിലേക്ക്, അള്ളാഹുവിൻ്റെ സർവാധിപത്യത്തിന് കീഴിലുള്ള വിധേയത്വത്തിലേക്ക് ഈമാനികമായി, മുത്തഖിയായി, തഖ്വയായി ഉയർന്നു വരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു തരത്തിലുള്ള അഹങ്കാരവും ഒരു തരത്തിലുള്ള ദുസ്വഭാവവും ഒരു തരത്തിലുള്ള ദുശാഠ്യങ്ങളുമില്ലാതെ നമ്മുടെ കഷ്ടപ്പാടുകൾക്കും പ്രയാസങ്ങൾക്കും നിവൃത്തി വരുത്തുവാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി, ഒരേ ഒരു അഭയ കേന്ദ്രം, ഒരേ
ഒരു ലക്ഷ്യസ്ഥാനമായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന പരിശുദ്ധ പ്രവാചകന്മാരുടെ തൗഹീദിന്റെ മർമ്മം ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉൾക്കൊള്ളാനും എല്ലാ നിലയിലും അള്ളാഹുവിൻ്റെ സഹായത്തിന് പാത്രീഭൂതരായ രൂപത്തിൽ ജീവിച്ചു മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. സന്തപ്തരായ ആ അപകടത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ്റെ കുടുംബങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാവട്ടെ. ഏറ്റവും മികച്ച രൂപത്തിലുള്ള ദീന് നിലനിർത്തുവാനും സ്വഭാവവിശുദ്ധി നിലനിർത്തുവാനും എല്ലാ തരത്തിലുമുള്ള ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് ശിഫ നൽകുവാനുമുള്ള മാനസികാവസ്ഥ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരായ സത്യവിശ്വാസികളായ നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു പരലോകം ഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. ജനാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഒരുമിപ്പിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ നജ്ജിനാ മിനൽ ഖുറൂബി വൽ ആഫാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على نبينا محمد.